ഇത്തവണ ലോട്ടറി തൊഴിലാളികൾക്ക് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഓണ ബോണസ് 1000 രൂപ വർദ്ധിപ്പിച്ചാണ് ഓണ ബോണസ് നൽകുന്നത്. അങ്ങനെ 7000 രൂപയാണ് ഇത്തവണ ലോട്ടറി തൊഴിലാളികൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. പെൻഷൻകാരായ ഗുണഭോക്താക്കൾക്കും 500 രൂപ വർദ്ധിപ്പിച്ച് 2500 രൂപയായി ഇത്തവണ അലവൻസ് കൊടുക്കുന്നത്. ഏതായാലും ലോട്ടറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഓണം ആഘോഷിക്കുന്നതിന് വലിയ സന്തോഷത്തിലാണ് ലോട്ടറി തൊഴിലാളികൾ. 35,600ഓളം തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ 7000 രൂപ വെച്ച് ഓണ ബോണസ് നൽകുന്നത്. പെൻഷനേഴ്സായ ആളുകൾ 7009 ആളുകളാണ് 2500 രൂപ വെച്ച് ലഭിക്കുന്നത്. ഈ ഇനത്തിൽ ഏകദേശം 26,67,00,000 രൂപയാണ് ഇതിനായി ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. തീർച്ചയായും ലോട്ടറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തിളക്കമാർന്ന ഒരു ഓണസമ്മാനമായിട്ട് LDFൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ തിളക്കമാർന്ന ഒരു ഓണസമ്മാനമായിട്ടാണ് ലോട്ടറി തൊഴിലാളികൾ ഈ ബോണസിനെ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ചതിനപ്പുറം കൂടുതലായി തന്നെ വർദ്ധിച്ചു നൽകി എന്നുള്ളതാണ്. ഏതായാലും ഈ ഇനത്തിൽ ഇത്രയേറെ ഒരു വർധനവ് ലഭിച്ചത് അടുത്ത കാലത്താണ്, ആദ്യമായിട്ടാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ഈ ഓണ ബോണസിനെ കാണുന്നത്. നാളെയോ മറ്റന്നാളോമായി എല്ലാവരുടെയും ഈ പറയപ്പെടുന്ന 35,600 സ്ഥിരം അംഗങ്ങളുടെയും പെൻഷൻകാരായ 7000 ചേർത്ത് 42,000 വരുന്ന ലോട്ടറി തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് 2 ദിവസത്തിനുള്ളിൽ ഈ തുക എത്തിച്ചേരും. കൂടാതെ ഇത്തവണ ലോട്ടറി തൊഴിലാളികൾക്ക് വീണ്ടും വേറെ അഭിമാനകരമായ ഒരു കാര്യവും കൂടി ക്ഷേമനിധി ബോർഡ് നൽകുന്നുണ്ട്. ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യം ലോട്ടറി തൊഴിലാളികൾക്ക് തികച്ചും സൗജന്യമായി ഒരു ജോഡി യൂണിഫോം നൽകുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിന് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ലോട്ടറി തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ യൂണിഫോം സൗജന്യമായി വിതരണം ചെയ്തത്. ലോട്ടറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ പുച്ഛത്തോടെ തള്ളുന്ന സമൂഹങ്ങൾ ലോട്ടറി തൊഴിലാളികളെ പുച്ഛത്തോടെ തള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റം വരുത്തുന്നതിനും ഈ തൊഴിലാളികളെ എല്ലാവരും അംഗീകരിക്കുന്നതിനും വേണ്ടി ഈ പറയപ്പെടുന്ന യൂണിഫോം സൗജന്യമായാണ് ലോട്ടറി തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് നൽകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് കൊടുത്തതെല്ലാം നശിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഈ 2024 ലോട്ടറി തൊഴിലാളികളായ 35,600 പേർക്കും ഒരു ജോഡി യൂണിഫോം സൗജന്യമായി നൽകുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യം അത് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. അതുപോലെ അംഗപരിമിതരായ ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു ട്രൈ സ്കൂട്ടർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസം അവസാനം അല്ലെങ്കിൽ നവംബർ മാസം ആദ്യം 209 ആളുകളാണ് നമുക്ക് കേരളത്തിൽ ആകെ ഈ ട്രൈ സ്കൂട്ടറിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. ആ 209 ആളുകൾക്കും തികച്ചും സൗജന്യമായി 1,20,000 രൂപ വില വരുന്ന മുച്ചക്ര വാഹനം ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി തൊഴിലാളികൾ ഏറെ ആഹ്ലാദകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും ഒട്ടനവധി പ്രയാസങ്ങൾ സാമ്പത്തികമായി സർക്കാരിനുള്ളപ്പോഴും വയനാട് ഉണ്ടായ ദുരന്തം ഒക്കെ നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ പോലും ഇടതുപക്ഷ ഗവൺമെൻറ് ലോട്ടറി തൊഴിലാളികളെ കൈവിട്ടില്ല. ഇത്രയെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്തും അവർക്ക് കൊടുക്കേണ്ട ഓണം അലവൻസ് അല്ലെങ്കിൽ ഓണ ബോണസ് വർദ്ധിപ്പിച്ച് തന്നെ നൽകിയാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ ലോട്ടറി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ലോട്ടറി തൊഴിലാളികൾ ഏറെ സന്തോഷത്തിലാണ് ഈ നാളുകളിൽ.